സർക്കാർ ജോലി മിക്കവരുടെയും സ്വപ്നമാണ്. എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും ജോലി കിട്ടണമെങ്കിൽ ഭാഗ്യം കൂടി വേണമെന്ന് പലരും പറയാറുണ്ട്. ഭാഗ്യം മാത്രമല്ല, അല്പം കുതന്ത്രവുമുണ്ടെങ്കിൽ സർക്കാർ സർവീസിൽ കയറിപ്പറ്റാം. ഇത് വടക്കേ ഇന്ത്യയിലൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ നടക്കുന്നതാണ്. ലത്തീൻ സമുദായ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള നിയമത്തിലെ പഴുതുകൾ ദുർവിനിയോഗം ചെയ്താണ് സംവരണാനുകൂല്യം തട്ടിയെടുത്ത് ജോലി നേടുന്നത്. ബിഷപ്പിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ വലിയ പരിശോധനകളൊന്നുമില്ലാതെ തന്നെ റവന്യൂ അധികൃതർ ജാതി സർട്ടിഫിക്കറ്റ് നൽകും. ലത്തീൻ സമുദായത്തിന് 4% തൊഴിൽ സംവരണം. ലത്തീൻ പ്രാതിനിധ്യം കുറവുള്ള ജില്ലകളിലെ ജില്ലാതല ഒഴിവുകൾ കണ്ടെത്തി അപേക്ഷിച്ചാൽ ജോലി ഏതാണ്ട് ഉറപ്പാണ്. സംവരണ ശതമാനം കുറവുള്ള ഹിന്ദു നാടാർ, ക്രിസ്ത്യൻ നാടാർ, SIUC തുടങ്ങിയവർക്ക് പുറമെ സംവരണാർഹതയില്ലാത്ത മറ്റു സമുദായങ്ങളിൽ നിന്ന് പോലും ഇങ്ങനെ ജാതിമാറ്റം നടക്കുന്നുണ്ട്. ഹിന്ദു നാടാർ വിഭാഗക്കാരും മറ്റും ലത്തീൻ കത്തോലിക്കയിലേക്ക് മാറുമ്പോൾ ഫലത്തിൽ നടക്കുന്നത് മതപരിവർത്തനം കൂടിയാണ്. കഴിഞ്ഞ 10-20 വർഷങ്ങൾക്കിടെ ഇത്തരത്തിൽ വ്യാപകമായി സമുദായ സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും അധികം ജാതിമാറ്റം നെയ്യാറ്റിൻകര രൂപതയ്ക്ക് കീഴിലുള്ള പ്രദേശങ്ങളിലാണ്. തിരുവനന്തപുരത്തിൻ്റെ മറ്റു മേഖലകളിലും കൊല്ലം ജില്ലയിലുമൊക്കെ ഇത്തരത്തിൽ സമുദായ സർട്ടിഫിക്കറ്റുകൾ നേടിയവരുണ്ട്. അതായത് അതിൽ ഉണ്ടായിരുന്നവർക്ക് പ്രത്യേകിച്ച് പൈസ കൊടുക്കേണ്ടിയില്ലായിരുന്നു. അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഇത് അവരുടെ കുടുംബരേഖ അവർ ചേർക്കുകയും ആ കുടുംബരേഖയ്ക്ക് അവർക്ക് പ്രത്യേകിച്ച് പൈസ കൊടുത്തവർ ആ ഒരു രേഖയിലോട്ട് കയറ്റണമല്ലോ, അങ്ങനെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ബിഷപ്പ് ഹൗസിൽ നമ്മൾ കൊണ്ട് കത്ത് കൊടുക്കുകയും അവിടെ ജസ്റ്റ് ഒരു ഫീസായിട്ട് ജസ്റ്റ് വാങ്ങിക്കുകയും ചെയ്യും. അത് ഒരു 150-200 രൂപ ആ രൂപ റേഞ്ചിലായിരിക്കും ഞാൻ കൊടുത്ത് വാങ്ങിച്ചത്. മറ്റു ഇപ്പം നിങ്ങൾ ക്രിസ്ത്യൻ വിശ്വാസി ആയതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടായില്ല, പക്ഷേ അങ്ങനെ അല്ലാത്തവർക്കാകുമ്പം മറ്റ് പണം കൊടുത്താൽ കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ്. അതിൽ കുറച്ച് പേര് അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ 2-3 പേര് ഹിന്ദുക്കളായിരുന്നിട്ട് ലാറ്റിൻ കാത്തലിക്കായിട്ട് മാറി വന്നവരുമുണ്ട്. അത് മറ്റ് സമുദായത്തിൽപ്പെട്ടവർ, നാടാറല്ലാതെ മറ്റ് സമുദായത്തിൽപ്പെട്ട ആൾക്കാരും ഇതുപോലെ ലാറ്റിൻ കാത്തലിക്ക്, അത് ക്രിസ്ത്യൻ വിശ്വാസം വന്ന് ലാറ്റിൻ കാത്തലിക്കായിട്ട് സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ലാറ്റിൻ കാത്തലിക്ക് എന്നായിട്ട് അടുത്ത് വരുന്നത്. ഇങ്ങനെ പലരും സർക്കാർ ജോലിയൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ? ഒത്തിരി പേര് അങ്ങനെ സമ്പാദിച്ചിട്ടുണ്ട്. കാരണം 4% സംവരണമല്ലേ. പുനലൂരിൽ പരിവർത്തിത ക്രൈസ്തവരായ നിരവധി പേർ ലത്തീൻ വിഭാഗത്തിലേക്ക് മാറിയിട്ടുള്ളതാണ് വിവരം. ലത്തീൻ വിഭാഗത്തിലേക്ക് മാറിയാൽ ക്രീമിലെയർ പരിധിയിൽ നിന്ന് രക്ഷപ്പെടാവുന്നതും പലരും മുതലെടുക്കുന്നു. ഇഷ്ടമുള്ള മതവിശ്വാസം സ്വീകരിക്കാൻ ആർക്കും അവകാശമുണ്ട്. എന്നാൽ മതം മാറിയാൽ അയാൾ ആ മതത്തിലെ പ്രത്യേക വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. രൂപതാധികൃതരുടെ ഒത്താശയോടെ വർഷങ്ങളായി 100 കണക്കിന് പേരാണ് ഇത്തരത്തിൽ കുറുക്കുവഴിയിലൂടെ ജാതി മാറിയിട്ടുള്ളത്. സർക്കാർ ജോലിയും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുമൊക്കെ ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നേടിയെടുത്തവർ നിരവധിയുണ്ട്. സർക്കാർ വിശദമായ അന്വേഷണം നടത്തി ഇത്തരക്കാരെ മുഴുവൻ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരികയാണ് വേണ്ടത്.